CA എക്സാംസിൻ്റെ റിസൾട്ട്സ് കെയിം ഫ്യൂ ഡേയ്സ് അഗോ ആൻഡ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് റേസിങ് എ ലോട്ട് ഓഫ് കൺസേൺസ്. ആൻഡ് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് ഇതാണ്. സാറേ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ മെസ്സേജ് അയച്ചിട്ട് ഹോപ്പൊന്നുമില്ലല്ലേ, റിപ്ലൈ ഇപ്പോഴത്തൊന്നും കിട്ടുമൊന്നുമില്ലല്ലേ? അങ്ങനെയല്ല, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കംപ്ലീറ്റ്ലി എൻ്റെ ബാക്കി എല്ലാ എൻഗേജ്മെൻറ്റ്സും മാറ്റി വെച്ചിട്ട് ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അൽഹംദുലില്ലാഹ് ഐ ബിലീവ് I have been able to reply over 90% of the concerned സ്റ്റുഡൻസ് ചോദിക്കുന്ന 90% മേലെ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. യെസ്, വി ആർ എക്സ്പെക്റ്റിംഗ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു റിമൈൻഡറായിട്ട് ചിലപ്പോൾ വരേണ്ടി വരും. മറ്റേത് ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് താഴത്തേക്ക് പോകും. അല്ലാതെ ഇഗ്നോർ ചെയ്യല്ല. വി ആർ ട്രൈയിങ് മാക്സിമം ടു ക്യാച്ച് അപ്പ് വിത്ത് ഇറ്റ്. ആൻഡ് യെസ്, ഇനിയുള്ള കുറച്ച് ഡേയ്സ് ഞാൻ ഇതിനായിട്ട് മാറ്റി വെച്ചിരിക്കണം. ബാക്കി കംപ്ലീറ്റ് എൻഗേജ്മെൻറ്റ്സ് എല്ലാം മാറ്റി വെച്ചിട്ട് ഐ മേക്ക് ഷുവർ നിങ്ങളുടെ കൺസേൺസ് എല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യും എന്നുള്ളത്. What could be the easiest thing that I could do? നിങ്ങളുടെ കൺസേൺസ് അഡ്രസ് ചെയ്യാൻ, ലൈക്ക് എസ്പെഷ്യലി ഫോർ പീപ്പിൾ ഹു ആർ അറ്റൻഡിങ് May 26 എക്സാംസ്. ലൈക്ക് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നതിന് ഞാൻ എങ്ങനെ എക്സാംസിന് അപ്രോച്ച് ചെയ്യണം, സ്റ്റഡി സ്ട്രാറ്റജി എന്ത് ചെയ്യണം, എവിടേക്കാണ് മിസ്റ്റേക്സ് വരുന്നത്, എങ്ങനെ അത് അഡ്രസ്സ് ചെയ്യണം, എക്സാം ഹാളിലുള്ള കൺസേൺസ് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം. ഞാൻ 2 ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡേഴ്സുമായിട്ട്. മിഞ്ഞാന്ന് ഓൾ ഇന്ത്യ റാങ്ക് 2 ഫാത്തിമ ഷെസ അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തു. ദറ്റ് വീഡിയോ ഓൾറെഡി റിസീവ്ഡ് മോർ ദാൻ 12,000 വ്യൂസ്. ഇന്നലെ ഓൾ ഇന്ത്യ റാങ്ക് 40 ശ്രീജിത്തുമായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തു. ദാറ്റ് വീഡിയോ ഹാസ് റീച്ച്ഡ് ഓവർ 2,000 വ്യൂസ്. ഐ വുഡ് സജസ്റ്റ്, അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി അത് പോയിട്ട് കാണുക. മൈ ഇൻറ്റൻഷൻ ഫോർ ഡൂയിങ് ദാറ്റ് വീഡിയോ ഇറ്റ് സെൽഫ് വാസ് നിങ്ങളെ ഈ കൺസേൺസ് ഫുൾ അഡ്രസ്സ് ചെയ്യുക. ആൻഡ് വി ഹാവ് റിസീവ്ഡ് മാഷാഅല്ലാഹ് ലോട്ട് ഓഫ് പോസിറ്റീവ് റെസ്പോൺസ് ഫോർ ദ വീഡിയോ. ലൈക്ക് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന് തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിരുന്നു. ആൻഡ് ബിക്കോസ് മൈ ഇൻറ്റൻഷൻ ഇറ്റ്സെൽഫ് വാസ് ക്ലിയർ. റാങ്ക് ഹോൾഡേഴ്സ് ആണ്, നോട്ട് എവറി ടൈം വി ഗെറ്റ് റാങ്ക് ഹോൾഡേഴ്സ്. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം സ്റ്റുഡൻസിന് ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതിൽ ചോദിക്കാൻ. ആൻഡ് ദേ ഹാവ് റെസ്പോണ്ടഡ് ബ്യൂട്ടിഫുള്ളി ടു ഇറ്റ്. ഐ എം ഷുവർ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. ആൻഡ് ഇഫ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ദേ ആർ സ്റ്റക്ക്, ദേ ആർ കൺഫ്യൂസ്ഡ് അബൌട്ട് ഹൗ ടു അപ്രോച്ച് ദി എക്സാംസ്, ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, വാട്ട് ആർ ദി റിസോഴ്സസ് ദാറ്റ് വി ഹാവ് ഫ്രം മൈ സൈഡ്? ലോ എന്നുള്ള സബ്ജക്റ്റിന് നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഒന്ന് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ബാച്ച് മാത്രമല്ല ഉള്ളത്, ക്രാഷും ഉണ്ട്. ഈവൻ ഫോർ CA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസ് നമ്മുടെ ഡീറ്റെയിൽഡ് ക്രാഷ് ബാച്ച് 16 മണിക്കൂറുണ്ട്. കംപ്ലീറ്റ് കോർപ്പറേറ്റ് ലോ, അതർ ലോ, ഈവൻ ലോ ഒന്നും അറിയാത്ത ഒരാൾക്കും ഐ ഗ്യാരണ്ടി യു ആ 16 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് പിക്ചർ കിട്ടും. സോ യു ഹാവ് നോ കൺഫ്യൂഷൻ റിമൈനിങ്. എങ്ങനെ പഠിക്കണം, പഠിച്ചിട്ട് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കൺസേൺസ് ഒന്നും ഉണ്ടാവില്ല. വൺസ് ദാറ്റ് ക്ലാസ് ഇസ് ഡൺ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഗ്രിപ്പ് ഓവർ ദി സബ്ജക്റ്റ്. ബിസൈഡ്സ് ദാറ്റ് നമ്മൾ മെറ്റീരിയൽസ് ഉണ്ട്, ഹാൻഡ് ബുക്ക് ഉണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ഹാൻഡ് ബുക്കും അൽഹംദുലില്ലാഹ് ആഫ്റ്റർ ദിസ് ഇമ്മീഡിയറ്റ് റിസൾട്ട് നമുക്ക് ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. ഐ വാസ് റിയലി ഹാപ്പി. എൻ്റെ സ്റ്റുഡൻസിന് ദർ വർ സ്റ്റുഡൻസ് 77 സ്കോർ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, 72 സ്കോർ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്റ്റുഡൻസിന് എക്സംഷൻ ഉണ്ടായിരുന്നു. ആൻഡ് അതിലൊക്കെ ഒരുപാട് പേര് സ്പെസിഫിക്കലി മെസ്സേജ് അയച്ചിരുന്നു. അവരുടെ കൺസേൺ ലോയിലായിരുന്നു എത്രയോ കാലമായിട്ട്. അത് ദിസ് ടൈം അവരെൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്ത് ദേ സ്കോർഡ് എക്സംഷൻ എന്ന് പറഞ്ഞ് ഐ വാസ് റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ്. ആൻഡ് ഐ എം ഗ്ലാഡ് ടു അനൗൺസ് ദാറ്റ് അതിന് ശേഷമാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് അതിൽ വീണ്ടും വാല്യൂ എഡിഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളെ ലേറ്റസ്റ്റ് എഡിഷൻ മെറ്റീരിയൽ. ബിസൈഡ്സ് ദാറ്റ് നമ്മളെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ വോണ്ട് ടു സീരിയസ്ലി സ്ട്രെസ് ഓൺ. കാരണം എൻ്റെ മെജോറിറ്റി ഓഫ് മൈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ടൈമിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റിയിലാണ്. ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അത് അവൈലബിൾ ആക്കുന്ന പുറമെ ദിസ് ഇസ് സംതിങ് ഓൺ വിച്ച് ഐ ആക്റ്റീവ്ലി വർക്ക് ഡെയിലി ബേസിസിൽ. സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, അത് അതിൽ ഷെയർ ചെയ്യുക. ആൻഡ് ഐ വുഡ് സംതിങ് ദാറ്റ് ഐ വുഡ് സേ ഇസ് ഫൗണ്ടേഷൻ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റിനേക്കാളും ഒന്നുകൂടിയും ആക്റ്റീവാണ് ഇൻ്ററിൻ്റെ കമ്മ്യൂണിറ്റി. ഫൗണ്ടേഷൻ്റെ കമ്മ്യൂണിറ്റി ഒന്നുകൂടി എക്സാം അടുപ്പിച്ചാകുമ്പോഴാണ് ഭൂരിഭാഗം സ്റ്റുഡൻസിന് കുറേ ഡൗട്ട്സ് ഉണ്ടാവുക, നമ്മളത് ക്ലിയർ ചെയ്യുക. ഇൻ്ററിൻ്റെ കമ്മ്യൂണിറ്റി അങ്ങനെയല്ല, ഓൾമോസ്റ്റ് റെഗുലർ ബേസിസിൽ ഡിസ്കഷൻസ് അവിടെ നടക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ സച്ച് എ സ്റ്റുഡൻറ്റ് ഹു ഹാവ് ക്ലിയർഡ് ഫൗണ്ടേഷൻ റീസെൻ്റ്ലി, ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതാൻ പോവാണ്, ജോയിൻ ദ കമ്മ്യൂണിറ്റി ഏർലി. ഓർ നിങ്ങൾ ഇപ്പോഴാണ് ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ഇപ്പോഴാണ് ഇതിനെപ്പറ്റി അറിയണത്, അത് എത്രയും നേരത്തെ ജോയിൻ ചെയ്യുക. ബിക്കോസ് ദ ഏർലി യു ജോയിൻ, നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ഡൗട്ട്സാണ് നിങ്ങൾക്കതിൽ ആക്സസ് ചെയ്യാൻ പറ്റുക. ഇതിനൊക്കെ പുറമെ റെഗുലർ ബേസിസിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നമ്മളെ കോഴ്സുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ്സ്, അപ്ഡേറ്റ്സ്, അത് എൻ്റെ സബ്ജക്റ്റ് മാത്രമല്ല ബാക്കിയുള്ള സബ്ജക്ട്സിന് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ അപ്ഡേറ്റ്സ്, മോട്ടിവേഷൻ, എക്സാം പ്രസൻറ്റേഷൻ ടെക്നിക്സ്, എന്തൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം, മാർക്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ എക്സാം മുതൽ നമ്മൾ ഓൾമോസ്റ്റ് എക്സാം അടുപ്പിച്ച് ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് നമ്മൾ ക്ലാസ്സസും ഫ്രീ ആയിട്ട് ആക്സസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. സോ ദീസ് ആർ ദി ഇമ്മീഡിയറ്റ് ക്വിക്ക് തിങ്സ് ദാറ്റ് ഐ കുഡ് ഡു to address your concern.
യെസ്, ഐ വുഡ് റെഡിലി ബി അവൈലബിൾ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കൺസേൺസും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഞാൻ മാക്സിമം ട്രൈങ് ടു ക്യാച്ച് അപ്പ് ടു സോൾവ് ഓൾ യുവർ കൺസേൺസ്. ലൈക്ക് ഐ സെഡ്, ഇതാണ് ഇപ്പോൾ എൻ്റെ ലിസ്റ്റിലുള്ള ഫസ്റ്റ് പ്രയോറിറ്റി നിൽക്കുന്ന സംഭവം. ഫ്രം മൈ സൈഡ് മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഇൻഷാ അല്ലാഹ് May 26 നമുക്ക് പാസ്സാവാം.